അവർ വളരെ നന്നായിട്ട് കളിച്ചു, ആക്യുറേറ്റ് പാസുകളായിരുന്നു എല്ലാം ചെയ്തു. പക്ഷേ ഇന്നത്തെ റഫറിയുടെ കാര്യത്തെക്കുറിച്ച് ആർക്കും ഒരു പരാതി ഉണ്ടാവില്ലല്ലോ. ഇന്ന് ഫിഫ പോയി എന്ന് പറഞ്ഞ പരാതികളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഫുട്ബോളിൽ ഒരാൾ ജയിക്കുകയും തോൽക്കുകയും ചെയ്യും. അർജൻറ്റീന ജയിക്കുമ്പോൾ മാത്രം ഫിഫ അവരോട് നിൽക്കുന്നു, അല്ലെങ്കിൽ അർജൻറ്റീന തോക്കുമ്പോൾ റഫറി നല്ലതെന്നുള്ള അഭിപ്രായമില്ല. ഞങ്ങൾക്കിന്ന് റഫറിയെ സംബന്ധിച്ചിട്ട് വളരെ മോശം അഭിപ്രായമുണ്ട്. പക്ഷേ ഞങ്ങൾ ഫുട്ബോളിനെ സംബന്ധിച്ചിട്ട് ആ അഭിപ്രായം പറയില്ല. കാരണം അർജൻറ്റീന ഫാൻസ് എപ്പോഴും ഫുട്ബോളിനെ ആരാധിക്കുന്നവരാണ്. ഞങ്ങൾ കപ്പ് കണ്ടിട്ട് മാത്രം ഇതിൻ്റെ കൂടെ കൂടിയവരല്ല. ഞങ്ങൾക്ക് കപ്പ് കണ്ടിട്ട് മാത്രം ഞങ്ങൾ ഇതിൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരുമല്ല. പക്ഷേ കളി എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്? കാരണം 130 മിനിറ്റ് കളി നടന്നു. അതിൽ അവസാനത്തെ എക്സ്ട്രാ ടൈമിലാണ് അർജന്റീന പിന്നെ സ്ട്രൈക്ക് ചെയ്യുന്നത്. ആദ്യഘട്ടങ്ങളിൽ ബോൾ പൊസിഷൻ മൊത്തം സ്പെയിനാണ്, കൈയടക്കി ആയിരുന്നു. അർജന്റീന കുറച്ചുകൂടി അർജന്റീന ഡിഫൻസിൽ മാത്രം ശ്രദ്ധിച്ചു. അർജന്റീന അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചില്ല, ഡിഫൻസിൽ മാത്രം ശ്രദ്ധിച്ചു. പക്ഷേ അറ്റാക്കിങ്ങിലോട്ട് പോയിരുന്നെങ്കിൽ ചിലപ്പോൾ ഇന്ന് 20 ടാർഗറ്റാണ് സ്പെയിനിൻ്റെ, 20 ടാർഗറ്റ്. അതിൽ ഒറ്റയൊരെണ്ണ ഗോളാക്കി മാറ്റാൻ വേണ്ടിയിട്ട് അവർക്ക് പറ്റിയിട്ടുള്ളൂ. എമിലിയാനോ മാർട്ടിനസിൻ്റെ അപാരമായ സേവുകൾ അത് എടുത്തു പറയേണ്ടുന്ന ഒന്നാണ് ഇതിനെല്ലാത്തിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ബോൾ പൊസിഷനിൽ കൂടുതൽ അവരൊക്കെ കയ്യിൽ വെച്ചു, ഞങ്ങൾക്ക് അറ്റാക്കിൽ ബുദ്ധിമുട്ട് വന്നു, ഒക്കെ ശരിയാണ്. പക്ഷേ ഞങ്ങൾ അർജന്റീന ഫാൻസ് ഇതിൽ നിന്നൊന്ന് പിറകോട്ട് പോവോ, നാളെ ബാക്കിയുള്ള ഈ ബ്രസീലോ പോർച്ചുഗലോ ഫ്രാൻസോ ഒക്കെ ചെയ്യുന്ന പോലെ ഒരു കളി തോറ്റാൽ അപ്പാടെ വേറെ ടീം, അത് ഞങ്ങൾക്കില്ല. ഞങ്ങൾ ഫൈനൽ തോറ്റാലും ഗ്രൂപ്പ് സ്റ്റേജ് തോറ്റാലും എപ്പോൾ തോറ്റാലും അർജന്റീന പേടിച്ചാണ് വിളിച്ചത്. അർജന്റീനയ്ക്ക് അങ്ങനെ പേടിയൊന്നുമില്ല. ഞങ്ങൾ ഫൈനലാണ് കളിക്കുന്നത്. ഞങ്ങൾ ഗ്രൂപ്പ് സ്റ്റേജോ അല്ലെങ്കിൽ ഏതെങ്കിലും സെമി ഫൈനലോ ഏതെങ്കിലും റൗണ്ട് 32 ഒന്നുമില്ല. ഞങ്ങൾ ഫൈനലിലെത്തി, ഞങ്ങൾ ഫൈനൽ കളിച്ചു. മെസ്സി ഞങ്ങൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാക്കി തന്നു, ഞങ്ങൾ ആ കളികൾ കണ്ടു, അത്രേ ഉള്ളൂ. സ്പെയിനിനെ സംബന്ധിച്ചിടത്തോളം വളരെ മനോഹരമായ കളിയാണ്. ഒരു സ്പെയിൻ ഫാനുണ്ട്, അതിഗംഭീരമായിട്ട് സ്പെയിൻ കളിച്ചു അല്ലേ? അതെ, അതിഗംഭീരമായി പൊസഷൻ ഫുട്ബോൾ ഫുൾ പൊസസീവ് ആയിരുന്നു നമ്മുടെ കളി. പക്ഷേ അർജന്റീന റെഡ് കാർഡ് മേടിച്ചെങ്കിൽ അവർ നന്നായി കളിച്ചായിരുന്നു. കാരണം വെച്ചാൽ 10 ആളെ വെച്ച് അവർ 110 മിനിറ്റ് വരെ നിൽക്കണം എന്നുണ്ടെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. അവർ നിന്നു. പക്ഷേ ആഫ്റ്റർ ഓൾ വി ആർ ചാമ്പ്യൻസ്. സ്പെയിൻ ഡിസർവ് ചെയ്യുന്ന ഒരു വിജയം അല്ലേ? ഓ തീർച്ചയായും. സ്പെയിൻ്റെ ഫേസ് ചെയ്ത് വന്ന ടീംസ് വെച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ശരിക്കും പറഞ്ഞാൽ. അത് ടഫ് പാത്താണ്. ബട്ട് യാ വി വാൺ. എന്തായാലും രണ്ട് ഫാൻസിനും പറയാനുള്ളത് ഒന്ന് തന്നെയാണ്. അർജന്റീന തോറ്റു എന്ന് കരുതി അർജന്റീന വിട്ടുപോകുകയില്ല. പക്ഷേ സ്പെയിനിനെ സംബന്ധിച്ചിടത്തോളം അവർ അർഹിച്ച ഒരു വിജയം തന്നെയാണ്